എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കിടിലൻ കറിയുമാരുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഉപ്പുമാങ്ങ വെച്ചിട്ടുള്ള കറിയാണ്. ഉപ്പുമാങ്ങ ഞാൻ ഇത് നേരത്തെ ഉള്ള കഴിഞ്ഞ മാങ്ങയുടെ സീസണിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. ഇത് കുറച്ച് എടുത്ത് വെള്ളം തിളപ്പിച്ച് ഉപ്പൊക്കെ കല്ലുപ്പിട്ട് തിളപ്പിച്ച് അത് നല്ലപോലെ ആറിക്കഴിഞ്ഞപ്പോൾ ഈ മാങ്ങ ഇട്ട് വെച്ചു. എന്നിട്ട് കുപ്പിക്കകത്ത് അടച്ച് 2-3 ദിവസം പുറത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം അതിപ്പോൾ നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ചിപ്പോൾ കുറേ മാസങ്ങളായല്ലോ, നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടൊരു ഉപ്പുമാങ്ങ കറി. ഈ ഉപ്പുമാങ്ങ വെച്ചിട്ട് കുറേ അധികം റെസിപ്പീസ് ഉണ്ട്. അതിൽ ഞാൻ ഇപ്പം കാണിക്കുന്നത് ഉപ്പുമാങ്ങ കറി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന കറിയാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഉപ്പുമാങ്ങ വെച്ച് പച്ചടിയൊക്കെ ഉണ്ടാക്കാം. അത് ഞാൻ പിന്നൊരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് അധികം ചേരുവകളൊന്നുമില്ല. ഒരു അരപ്പുണ്ടാക്കണം. തേങ്ങയും ജീരകവും വെച്ചിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ആണ് എടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നേയില്ല. എരിവിന് ആവശ്യമുള്ള പച്ചമുളകോ കാന്താരി മുളകോ, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് മതി. പിന്നെ ഒന്ന് കടുക് വറുത്തിടണം. ചെറിയ ഉള്ളിയാണ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഈ മാങ്ങയാണെങ്കിൽ ഉപ്പ് പിടിച്ചിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി തന്നെ ഇരിക്കുന്നത്. പിന്നെ അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 4 മിനിറ്റ് തന്നെ ധാരാളം മതി അരപ്പൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഉപ്പുമാങ്ങ കറിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ സ്വാദെന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലൻ രുചിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. ഇപ്പോൾ ഉപ്പുമാങ്ങ കൈവശം ഇല്ലെങ്കിൽ ഇനിയും വരുന്നത് മാങ്ങയുടെ സീസണാണ്. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന മാങ്ങ കുറച്ചെടുത്തൊരു ഭരണിക്കകത്തോ കുപ്പിക്കകത്തോ ഇട്ട് വെച്ച് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. എപ്പോൾ വേണമെങ്കിലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്കെടുത്ത് കറി ഉണ്ടാക്കാം. അപ്പം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാം. വരും. ഇത് ഞാൻ കുപ്പിയിലിട്ട് ഉപ്പുമാങ്ങ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അതിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 ഉപ്പുമാങ്ങ എടുത്തിരിക്കുന്നത്. അത്ര വലുതൊന്നുമല്ല, എന്നാലും ഒരു മീഡിയം സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കഴിഞ്ഞ മാങ്ങയുടെ സീസണിൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. എന്നിട്ട് ഞാനത് കുറച്ചൊന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഉപ്പുമാങ്ങ ഞാനിതിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, എന്നാലും കുറച്ച് വലിപ്പമുണ്ട്. അങ്ങനെ തീരെ ചെറുതാവണ്ട, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 2 ഉപ്പുമാങ്ങയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തികച്ചും നാടൻ കറിയാണല്ലോ. ഞാനിത് മൺചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഉപ്പുമാങ്ങ കിടന്നിരുന്ന ആ ഉപ്പുവെള്ളം തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് അതെടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയും സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. ഈ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകിൻ്റെ ആവശ്യത്തിനുള്ള എരിവിന് പച്ചമുളകോ കാന്താരി മുളകോ ചേർത്ത് കൊടുത്താൽ മതി. അരപ്പിലും നമ്മൾ കുറച്ച് പച്ചമുളക് അരയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി വയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ അരയ്ക്കണം. അരഞ്ഞ് ഒരുവിധമായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് 2-3 ഉള്ളി, ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 2 ഉള്ളി കട്ട് ചെയ്തതും പിന്നെ
എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനിവിടെ കാന്താരി മുളക് ഇവിടെ ഉണ്ടായതാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കണം. ഉപ്പുമാങ്ങ ഇവിടെ നല്ലപോലെ സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് എത്രത്തോളം ചാറ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് വയ്ക്കാം. അരപ്പ് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ ഗ്രേവി അനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല, കാരണം ഇത് ഉപ്പുമാങ്ങയാണ്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇവിടെ അല്പം ഉപ്പും കൂടെ വേണ്ടി വരും, അതുകൊണ്ട് ഞാനൊരു ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇവിടെ കറി അധികം തിളച്ച് മറിയേണ്ട ആവശ്യമില്ല, പതുക്കെ ഒന്ന് തിള കയറി വന്നാൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കണം. പിന്നെ ഇതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചിട്ടാൽ മതി. ഇനി നമ്മളിവിടെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. കടുകിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു 2 എണ്ണം ഞാൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളക്, നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില. എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഉപ്പുമാങ്ങ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉപ്പുമാങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയിക്കണം കേട്ടോ. അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. പിന്നെ അടുത്തൊരു വിഭവം, നല്ലൊരു കിടിലൻ വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പം ബൈ.